ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ആരൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആരൂസിൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സൊക്കെ അവർ സ്വന്തം ഉണ്ടാക്കി കൊടുത്ത കാർഡാണിത്. അപ്പോൾ ഈവനിങ്ങിൽ വീട്ടിലാക്കിയ ഫുഡ് നെയ്ച്ചോറും ചിക്കനും പായസം കച്ചമ്പറും അച്ചാറുമാണ്. അപ്പോൾ ആരൂസിൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് ആക്കിയത്. ഈവനിങ്ങിലായിരുന്നു കേക്ക് കട്ടിങ് ഒക്കെ. അപ്പോൾ ഇതാ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവരെല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ബോർഡ് എന്താ പറയുക ബലൂൺ എടുത്ത് കൊടുത്തു. പിന്നെ ചാറ പറന്ന് വീർപ്പിക്കലായി പൊട്ടിക്കലായി. എൻ്റെ പൊന്നോ, അവസാനം ഞങ്ങൾക്ക് സംശയം ഇവർ ബലൂൺ തട്ടിക്കളിക്കാൻ വന്നതാണെന്ന്. ഞങ്ങളെല്ലാവരും ഇവരുടെ കളിയും കണ്ട് ചിരിച്ച് സത്യം പറഞ്ഞ് നല്ലോണം ആസ്വദിച്ചു കേട്ടോ. കാരണം ഇവരുടെ ആ ഒരു ഇതില്ല, എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഒരു സന്തോഷം, അത് ഭയങ്കരം തന്നെയാണ്. അപ്പോൾ ഇതാ എങ്ങനെയൊക്കെയോ ഞാനിവരെ പറഞ്ഞ് മനസ്സിലാക്കി വട്ടത്തിനിരുത്തിയിട്ടുണ്ട്. അതായത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കേക്ക് കുട്ടൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് സന്തോഷം ഇങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ ഒരു സന്തോഷം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് ആക്കിയത്. അപ്പം ആരൂസ് ആണെങ്കിൽ എട്ടൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരോടും അവിടെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആരൂസ് ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട്, അവിടെ ഇരിക്കട ഇവിടെ ഇരിക്കട ഒച്ച ഉണ്ടാക്കാതട എന്നൊക്കെ. പക്ഷെ ആരും മൈൻഡ് ആക്കുന്നില്ല. എല്ലാവരും കേക്ക് കട്ട് ചെയ്യുമ്പം പൊട്ടിക്കാൻ വേണ്ടി ബലൂണ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അവസാനം ആരും ഒന്നും അനുസരിക്കാത്തതുകൊണ്ട് ആരൂസ് കട്ട് ചെയ്യലേ. അപ്പോഴത്തേക്കത് പടപടേന്താ ബലൂണ് പൊട്ടുന്നു. ന്യൂ ഇയറിന് 12 മണിയാകുമ്പം എന്താ പറയുക പടക്കം പൊട്ടിക്കുന്ന പോലെ പടപടപടേന്നിട്ട് പൊട്ടുന്നു. അങ്ങനെ അവസാനം ബലൂണൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചുറ്റിനും വന്നിരുന്നു. ആരൂസിനെ വിഷ് ചെയ്തുകൊണ്ട് കൈ കൊട്ടിയിട്ട് പാടുന്നുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ആരൂസ് മുറിച്ചു. എന്നിട്ട് ആദ്യം ആർക്ക് കൊടുക്കണം എന്നറിയാണ്ട് കണ്ണന് നീട്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കണ്ണന് കൊടുത്തോന്ന് പറഞ്ഞു. കണ്ണനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ കണ്ണനെ മനസ്സിലാകുന്ന പോലുമില്ല. ആരൂസ് ആദ്യത്തെ പീസ് എടുത്തിട്ട് കണ്ണന് കൊടുത്തു. പിന്നെ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പോയിട്ട് ആരൂസിനെ എടുത്തു കൊടുത്തു. പിന്നെ എല്ലാവരും ആരൂസിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. പിള്ളേർക്ക് പിള്ളേരുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. നമ്മൾ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുന്നതിലും ഇതുപോലെ പിള്ളേരുടെ നമ്മുടെ മക്കളുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവർക്കത് കിട്ടുന്ന സന്തോഷം, നമുക്ക് എപ്പോഴും നമ്മുടെ മക്കളുടെ സന്തോഷമാണല്ലോ വലുത്. അപ്പോൾ നമ്മൾ കുറേ പൈസ ഒക്കെ ചിലവാക്കുന്നതിലും നല്ലത് നമ്മുടെ മക്കളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് ആഘോഷിക്കുന്നതായിരിക്കും അവർക്കും ഏറ്റവും സന്തോഷം. അപ്പോൾ ഇതെല്ലാവരും ആരൂസിന് കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാ കണ്ണനും കൊടുക്കുന്നുണ്ട് കുട്ടൻ. അവസാനം ഞാൻ പോയിട്ട് എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ കട്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെ ഒരാളെന്നോട് പറഞ്ഞു എനിക്കത് വേണമെന്ന്. അങ്ങനെ ആ കേക്കിൻ്റെ മുകളിലത്തെ സാധനം ഞാനെടുത്ത് നിളക്കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ അത് കൊടുത്തപ്പോഴത്തേക്കും എല്ലാവരും എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ സാധനമൊക്കെ അങ്ങ് ഷെയറിങ് ആയിട്ട് പോയി. അവസാനം ഞാൻ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ വട്ടത്തിലിരുന്നുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അത് ഇത്രയും പേരുണ്ട്. അപ്പോൾ അമ്മ ആദ്യം ആരൂസിന് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. അടുത്തത് നമ്മുടെ നീയക്കുട്ടിയാണ്, ആരൂസിൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം നീയക്കുട്ടി ആരൂസിന് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ അലങ്കുട്ടനാണ്. അലങ്കുട്ടനും ആരൂസിന് ഗിഫ്റ്റ് കൊടുത്തു. സ്വന്തം ഉണ്ടാക്കിയൊരു കാർഡാണ് കേട്ടോ. ഇനി പാപ്പൻ്റെ ഗിഫ്റ്റാണ് ആരൂസിന് കൊടുക്കുന്നത്. ആരൂസ് ഇങ്ങനെ ആകാംക്ഷയോടെ അത് വാങ്ങുന്നുണ്ട്. പാപ്പൻ അന്നേ മേടിച്ച് വെച്ചൊരു ഗിഫ്റ്റായിരുന്നു. അപ്പം കണ്ണൻ പോയി നോക്കുന്നുണ്ട്, ആരും എനിക്ക് തരുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ അവസാനം ഇവരെയൊക്കെ ഒരു തരത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഈ ഒരു രീതിയിൽ ഇരുത്തി. എന്നിട്ട് ഇതാ ഇവർക്ക് ഫുഡ് കൊടുക്കുകയാണ്. എൻ്റെ ദൈവമേ, ക്ലാസ്സിലെ ടീച്ചർമാർ സമ്മതിക്കണം ഇവരെയൊക്കെ പറഞ്ഞു നിർത്തുന്നത്. ഇവരെ ഈ ഒരു രീതിയിൽ ഇരുത്താൻ വേണ്ടി ഞാൻ പെട്ട പാട്. അങ്ങനെ എല്ലാവരും മര്യാദയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് കേട്ടോ ആരൂസിൻ്റെ കളിക്കൂട്ടുകാർ. അപ്പോൾ ഞങ്ങളിതാ ആരൂസും ഫ്രണ്ട്സും ഇവർ രണ്ടുപേരുമാണ് ആരൂസിൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്. മൂന്നാമത്തെ ആൾ ശ്രീകുട്ടിയാണ് കേട്ടോ, വൈകി വന്നു പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടൻ കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ട് ആരൂസിന് കൊടുത്തു. അപ്പോൾ കണ്ണൻ അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. കണ്ണനോട് പറഞ്ഞു നിനക്ക് ഗിഫ്റ്റൊന്നുമില്ല, നിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കണ്ണൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും അറിയാം, എന്തായാലും കണ്ണനെ കുട്ടൻ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇതാ ശ്രീകുട്ടി കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കാനെന്നുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നുകൊണ്ട് അത് വിട്ടുപോയി. അവസാനം ആരൂസ് തന്നെ ആ കവർ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി. ഇത് അതിൻ്റെ പുറകെ അനുക്കുട്ടൻ എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഇവരെന്താണ് ഇപ്പം പിള്ളേർ 3 പേരും കൂടി ചെയ്യുന്നത്, ഞാനും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട്. എത്തി നോക്കുന്നുണ്ട്. ഇതെന്തൊക്കെയാണ് കിട്ടിയെന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ് അവനും പോയത്. അപ്പോൾ ഇവരിതിൻ്റെ ഉള്ളിൽ നിന്ന് അൺബോക്സിങ് ആയിരുന്നു ഓരോന്നും. അപ്പോൾ അത് അവൻ ആ മഞ്ഞ കവറിൽ എന്താണെന്ന് അറിയണം, അതിന് വേണ്ടിയിട്ട് അവൻ അവിടെ പോയി പറയുന്നുണ്ട് ഇത് തുറക്ക് ഇതിലെന്തോ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ചെരുപ്പായിരുന്നു അമ്മ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ.
അപ്പോൾ ആരൂസിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എനിക്ക് നല്ലോണം ഇഷ്ടമായി. ആരൂസിന് അങ്ങനത്തെ ചെരുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇട്ട് നോക്കുവാണ് കേട്ടോ. അപ്പോൾ അനുകൂട്ടം പിന്നെയും പറഞ്ഞത് ഇത് പൊട്ടിച്ച് നോക്ക് ഇതിലെന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ തന്നെ അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശ്രീകുട്ടി കൊണ്ടുവന്ന ഗിഫ്റ്റായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ശ്രീകുട്ടി എന്തൊക്കെയോ ആരൂസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ആരൂസിന് നല്ലോണം ഇഷ്ടപ്പെട്ടു. കിട്ടുന്ന സമ്മാനം എത്ര ചെറുതായാലും വലുതായാലും അത് തരുന്നവരുടെ മനസ്സാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് പ്രത്യേകിച്ച് മക്കൾക്കാകുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു ഗ്രീറ്റിങ്സ് കാർഡായാൽ പോലും അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര വലുതായിരിക്കും. അതെന്നും അവർ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യും. കാരണം അവർക്ക് പൈസയുടെ മൂല്യമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് കിട്ടുന്നതാണ് സന്തോഷം. അപ്പോൾ ഇത് ഓരോന്നും അവർ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നീയൻ്റെ ഗിഫ്റ്റും തുറന്ന് നോക്കുന്നുണ്ട്, പിന്നെ പാപ്പൻ്റെ ഗിഫ്റ്റും തുറന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഇവർ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അപ്പുറത്ത് എൻ്റെ ദൈവമേ ബഹളത്തോട് ബഹളമായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ കുട്ടൻ അവരുടെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. രാത്രിയായിരുന്നു, ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്കും കുട്ടൻ അവരെയൊക്കെ വീട്ടിലേക്കാക്കി. പിന്നെ ഇവനിവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. ബാക്കിയുള്ളവരെയൊക്കെ ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ ഉണ്ടായിരുന്നത് ആരാധ്യൻ്റെ ഫ്രണ്ട്സ് നീയും ശ്രീകുട്ടിയായിരുന്നു. ശ്രീകുട്ടീൻ്റെ അച്ഛൻ കൊണ്ടുപോയിട്ട് പോയതായിരുന്നു കേട്ടോ. പിന്നെ നീയൻ്റെ അച്ഛൻ ഇവിടെ തന്നെ വെയിറ്റിംഗ് ആയിരുന്നു. പാവം, ഇവർക്കാണെങ്കിൽ എന്താ ചെയ്യുക, ഇവർക്ക് വിശേഷങ്ങൾ പറഞ്ഞിട്ടും മതിയാവുന്നില്ലായിരുന്നു ഭയങ്കരമായിട്ട്. ഞങ്ങൾ പിന്നെ അവിടുന്ന് മാറിക്കൊടുത്തു. അവരെന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്നൊക്കെ വെച്ച്. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യങ്ങളെ. പിന്നെ അൺബോക്സിങ് നീയ കുറച്ച് ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ അവന് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം കണ്ണം വന്ന് അത് എടുക്കലായി പൊടിക്കലായി. എൻ്റെ പൊന്നോ, ഈ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക് എന്തിനാണ് ആണുങ്ങൾക്ക് കാര്യം എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആരൂസിൻ്റെ ബർത്ത്ഡേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ്, ബിഗ് ഗിഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതായിരുന്നു കുട്ടൻ മേടിച്ച ഗിഫ്റ്റ്. അപ്പോൾ അത് കണ്ടൊരു സർപ്രൈസിലായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ കണ്ണിന് പിന്നെയും വിഷമമായി, എനിക്കൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ കണ്ണന് സെപ്പറേറ്റ് ഗിഫ്റ്റ് കൂട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. പാപ്പനെ കൊണ്ട് അൺബോക്സ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു. റിമോട്ട് കാറാണ്. ആ കാറാണെങ്കിൽ വട്ടം കറങ്ങുന്ന ഒരു കാറും കൂടിയായിരുന്നു. കണ്ണിന് പറ്റിയ ഗിഫ്റ്റായിരുന്നു. ആരൂസ് സൈക്കിളിൽ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ സൈക്കിളാണെന്ന് പറഞ്ഞ് ഞാനൊരു കൈ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിള്ളേരുടെ വീഡിയോസ് ആയിരുന്നു കേട്ടോ. അതായത് ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഓരോ രീതികളെ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. അവരുടെ പേരാണ് ശ്രീലക്ഷ്മി ആൻഡ് ഇയാൻ. അവർ രണ്ടാളും എനിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പം ആദ്യം ഞാൻ നീയൊക്കെ കൊടുക്ക. ഓക്കെ, ഹായ് ഫാൻ. അപ്പോൾ ആരാധ്യക്ക് കിട്ടിയ സാധനമൊക്കെ കാണിച്ചു തരാൻ പോവുകയാണ്. കൂടാതെ ശ്രീകുട്ടി കൂടി കാണിച്ചിട്ടുണ്ടോ. ഇതാണ് ഇത് രണ്ടോ നമ്മൾ കൊണ്ടുവന്ന കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആരാധ്യയുടെ വീഡിയോ ആണ്. ഇനി ആർക്കും എന്താ പറയാനുണ്ട് പറഞ്ഞു നീ പറഞ്ഞു. അപ്പോൾ ആരാധ്യ കിട്ടിയിട്ടൊരു പിറന്നാൾ ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ഗിഫ്റ്റ് അൺബോക്സിംഗിലേക്ക് പോവാം. ആദ്യം നമ്മൾ തുറക്കുന്നത് നീയാൻ്റെ ആണ്. നീയൊക്കെ എന്തെങ്കിലും പറയാനുണ്ട് പറഞ്ഞോ.